السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ മതമായ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നൽകിയിരിക്കുന്നത് ഇഹലോകത്തും പരലോകത്തും വിജയവും സന്തോഷവും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ ലളിതമായ, ആർക്കും സ്വീകരിക്കാനും അനുവർത്തിക്കുവാനും പറ്റുന്ന സിമ്പിളായ നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ളത്. അനാവശ്യമായ കാർക്കശ്യ സ്വഭാവവും ഇസ്ലാം നൽകുന്ന മിതത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളിൽ കർശന സ്വഭാവം കാണിക്കുന്ന ചില ആളുകൾ, അത് ഇസ്ലാം അല്ല. വളരെ എളുപ്പത്തിലും അതേസമയം നമുക്ക് അനുവർത്തിക്കുവാനും പ്രായോഗികമാക്കുവാനും പറ്റുന്ന രൂപത്തിലും ഉള്ള വളരെ നല്ല നിയമങ്ങളാണ് ഇസ്ലാമിൽ ഉള്ളത്. ഒരു മനുഷ്യൻ്റെ എല്ലാവിധ പുരോഗതിയും എല്ലാവിധ നന്മയും ആ ദീൻ അനുവർത്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവന് ലഭിക്കും. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന, ഇസ്ലാമിൻ്റെ പേരിൽ ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന ചിലരൊക്കെ ഉണ്ടാകും. അത് ശരിയല്ല, അത് പാടില്ല എന്ന് മഹാനായ അഷ്റഫുൽ വറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതായിട്ട് കാണാം. അലാ ഹലക്കൽ മുതനത്തിഊൻ, അലാ ഹലക്കൽ മുതനത്തിഊൻ, അലാ ഹലക്കൽ മുതനത്തിഊൻ. അങ്ങനെയുള്ളൊരു സ്വഭാവം കാണിക്കുന്ന ആളുകൾ, അവർ നശിക്കട്ടെ, അവർ നശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ കർശനമാക്കിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സ്വഭാവം നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയകൂനു ബഅദി മിൻ ഉമ്മതി ഖൗമുൻ യഖറഊനൽ ഖുർആൻ ലാ യുജാവിസു ഹുലൂഖഹും. പിന്നീട് ഒരു വിഭാഗം ആളുകൾ, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആനിൻ്റെ ആളുകളായിട്ട് നിൽക്കുന്നു, പക്ഷേ അതിൻ്റെ യഥാർത്ഥ ആശയമോ യഥാർത്ഥ നിയമമോ മനസ്സിലാക്കാതെ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ അമ്പ് തെറിക്കുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന്, ദീനിൽ നിന്ന് അവർ തെറിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നേരെയുള്ള വഴിയിൽ, മിതത്വത്തിൻ്റെ വഴിയിൽ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴിയിൽ അങ്ങനെ നമ്മൾ സഞ്ചരിക്കണം. അല്ലാതെ അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസൽ വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹുവിൻ്റെ കരാറിനെ ലംഘിച്ചുകൊണ്ട്, ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞുകൊണ്ട്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർ നഷ്ടത്തിൻ്റെ ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ നിയമം അത് എന്താണോ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ തന്നെ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം തന്നെ ജീവിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാതെ ദീനിൻ്റെ പേര് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതും ഇതും ഒക്കെ അതിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച്
യഥാർത്ഥ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ, അത് ഒരിക്കലും ഇസ്ലാമിൽ അംഗീകാരയോഗ്യമല്ല. അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നേരെയുള്ള വഴിയിൽ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ നമ്മളും കൂടി പങ്കാളികളാകണം. അല്ലാതെ ഏതെങ്കിലും വിഭാഗം അത്തരം കാർക്കശ്യ സ്വഭാവവും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും പ്രചരണവും നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോകും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. ചില ആളുകൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കരമായ ഇഷ്ടവും അവരോട് അടുപ്പമൊക്കെ തോന്നും. പക്ഷേ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അതും ഇതും ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു അവരിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം മഹത്തായ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, നല്ല രീതിയിൽ ഇസ്ലാമിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.